ഡോക്ടർ മോഹൻ വർഗീസ് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഡോളറിന് പകരം കറൻസി സൃഷ്ടിച്ചാൽ 100% താരിഫ്, ബ്രിക്സ് രാജ്യങ്ങൾക്കുള്ള കൃത്യമായ മുന്നറിയിപ്പ്. ഇവിടെ ഇപ്പം രണ്ട് അതിഥികളും ചൂണ്ടിക്കാണിച്ചതുപോലെ ലോകാരോഗ്യ സംഘടനയുടെ വിമർശകർക്ക് ഉന്നത പദവികൾ നൽകിക്കൊണ്ട് പൊതുജനാരോഗ്യം അവിടെ ശക്തിപ്പെടുത്തുന്ന മറുവശത്ത് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുമ്പോൾ അതിന്റെ പ്രത്യാഘാതമടക്കം വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും $662 മില്യൺ ആകെയുള്ളതിന്റെ 19% അമേരിക്ക നൽകിക്കൊണ്ടിരുന്നത് നിലയ്ക്കുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോൾ ഈ രോഗപ്രതിരോധത്തിന് ഏറ്റവും കൂടുതൽ ധനസഹായം നൽകുന്ന അതിൽ നിന്നും അമേരിക്ക പിന്മാറുന്നതടക്കമുള്ള കാര്യങ്ങൾ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? സാറ് പറഞ്ഞതുപോലെ പെട്ടെന്നൊന്നും കൃത്യമായി വ്യക്തമാക്കാൻ സാധിക്കില്ല, അളക്കാൻ സാധിക്കില്ല എന്തൊക്കെയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ തീരുമാനങ്ങളുടെ പ്രത്യാഘാതങ്ങളെന്ന്. പക്ഷേ എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ? ഇവിടെ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള സമിതികളിൽ നിന്നും ട്രംപിന്റെ പിന്മാറ്റം അല്ലെങ്കിൽ അമേരിക്കയുടെ പിന്മാറ്റം ട്രംപ് അനൗൺസ് ചെയ്തത് എല്ലാവരെയും തികച്ചും ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഇതൊരു ഗ്ലോബൽ റെജിമെന്റാണ്. യുണൈറ്റഡ് നേഷൻസിനെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ അതിനെ താങ്ങി നിർത്തേണ്ട ചുമതലയുള്ള അമേരിക്ക തന്നെ ലോകത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ അഭാവമാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള കമ്മിറ്റ്മെന്റിന്റെ അഭാവം തീർച്ചയായും അമേരിക്കയുടെ ഗ്ലോബൽ സ്റ്റാൻഡിങ്ങിനെയും സൽപ്പേരിനെയും ഒക്കെ തന്നെ ബാധിക്കുന്നതാണ്. പക്ഷേ ട്രംപിന്റെ നയം എന്ന് പറയുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ലോകത്തിന് എന്ത് സംഭവിച്ചാലും, ലോക രാജ്യങ്ങൾ തമ്മിലുള്ള ഇരുപ്പുവശം എങ്ങനെയായാലും ശരി, ലോക ജനതയുടെ അവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങൾ ഉൾപ്പെടെയുള്ളത് എന്തായാലും ശരി, ഞങ്ങൾക്ക് ലഭിക്കാനുള്ളത് ഞങ്ങൾക്ക് ലഭിക്കണം. ഞങ്ങൾക്ക് ചില അജണ്ടകളുണ്ട്, അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. മേക്ക് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗ്രേറ്റ് അഗെയിൻ, നോട്ട് മേക്ക് ദ വേൾഡ് ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഈഗാലിറ്റേറിയൻ താല്പര്യങ്ങളൊന്നും തന്നെ ട്രംപിന്റെ ഭാഗത്തില്ല. ഈ 3 പ്രഖ്യാപനങ്ങൾ പ്രത്യേകമായ ശ്രദ്ധ, ഒന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ തന്ത്രിയായ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നുള്ള കമ്മിറ്റ്മെന്റുകൾക്ക് പിൻവാങ്ങുന്നത്, അതൊരു ഞെട്ടിക്കുന്ന തീരുമാനമാണ്. അതോടൊപ്പം തന്നെ ഈ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പാരീസ് പ്രോട്ടോകോളിൽ നിന്നുള്ള പിൻവാങ്ങൽ. അമേരിക്കയുടെ ഒരു നയമായി ട്രംപ് ഇനോഗ്രേഷൻ ഡേയിൽ തന്നെ പ്രഖ്യാപിച്ചത് എനർജി അടിയന്തരാവസ്ഥയാണ്. ഡിഗ് ബേബി ഡിഗ്, അല്ലെങ്കിൽ കുഴിച്ചു നോക്കിയാൽ മണ്ണിനടിയിൽ വലിയ നിക്ഷേപമുണ്ട്. ധാതു നിക്ഷേപം അല്ലെങ്കിൽ എണ്ണ നിക്ഷേപം, പ്രകൃതിവാതക നിക്ഷേപമുണ്ട്. ആ നിക്ഷേപം അമേരിക്കയെ വീണ്ടും റിച്ച് ആക്കും, അങ്ങനെ ഗ്രേറ്റ് ആക്കും. അതുകൊണ്ട് ഹൈ കാർബൺ എന്നത് ഒരു രീതിയിലും അമേരിക്ക ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യയും ചൈനയുമാണ് പാരീസ് പ്രോട്ടോകോള് നിബന്ധനകൾ വെക്കുമ്പോൾ അതിന്റെ ബെനിഫിഷ്യറീസ് ആകുന്നത്. വലിയ തോതിൽ എൻവയോൺമെന്റൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഇന്ത്യയും ചൈനയുമാണ്. അവരിപ്പോഴും ഹൈഡ്രോ കാർബൺ ഉപയോഗിക്കുന്നു വലിയ തോതിൽ. അമേരിക്ക അത് വേണ്ട എന്ന് വെക്കാനാവില്ല. അതുകൊണ്ട് പാരീസ് പ്രോട്ടോകോളിൽ നിന്ന് തന്നെ ഞങ്ങൾ പിന്മാറുന്നു. ഒന്നാമത്തെ പ്രാവശ്യമല്ല, 2ാമത്തെ പ്രാവശ്യമാണ് പിന്മാറ്റം നടന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു നിർണായകമായ ഒരു പ്രഖ്യാപനം മാത്രമല്ല, അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം എന്ത് വില കൊടുത്തും തടയുമെന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. മെക്സിക്കോയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, മെക്സിക്കോയിൽ നിന്ന് കടന്നു വന്ന ആളുകൾ വലിയൊരു ഭാഗമുണ്ട്. അതാണ് 1 കാറ്റഗറി. ആ കാറ്റഗറിയെ പൂർണ്ണമായി തന്നെ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. അവരെ ഘട്ടം ഘട്ടമായി മെക്സിക്കോയിലേക്ക് തിരിച്ചയക്കുകയാണ്, എക്സ്ട്രഡിറ്റ് ചെയ്യുകയാണ്. അതിനെന്ത് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും അത് ബലപ്രയോഗത്തിലൂടെയാണെങ്കിലും അത് നേടിയെടുക്കും. എത്ര പണച്ചെലവുള്ള ഒരു ഡിപ്പോർട്ടേഷൻ ഒരു പ്രക്രിയയാണെങ്കിലും അത് ഞങ്ങൾ നേടിയെടുക്കും എന്ന് തന്നെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഈ 3 പ്രഖ്യാപനങ്ങൾ ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങളാണ്. ഒരുപക്ഷെ അതിനേക്കാൾ ലോക സമാധാനത്തിന് വിലങ്ങുതടിയാകുന്നതും ലോക വ്യാപാരത്തെ ഒരുപക്ഷെ വലിയ തോതിൽ ബാധിക്കുന്നതും പനാമ കനാല് തിരിച്ചെടുക്കുന്നു എന്ന പ്രഖ്യാപനമാണ്. അത് അത്ര എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല. അമേരിക്ക സൃഷ്ടിച്ചതും അമേരിക്ക ഡിഗ് ചെയ്തതും, എന്നാൽ ഇപ്പോൾ പനാമയ്ക്ക് തിരിച്ചു കൊടുത്തതുമായ കനാൽ, അതിന്റെ നിയന്ത്രണം പൂർണ്ണമായി ട്രംപ് ഏറ്റെടുക്കുന്നു, അമേരിക്ക ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ലോക വ്യവസ്ഥിതിയെ തന്നെ വെല്ലുവിളിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയാണ് കാണുന്നത്. അങ്ങനെയെങ്കിലും ഒരു ബലപ്രയോഗത്തിലൂടെ അല്ലാതെ ഒരിക്കലും അത് സാധ്യമാകില്ല. ട്രംപ് പറയുന്ന ന്യായം എന്ന് പറയുന്നത് ചൈനീസ് വെസൽസ് ആർ വെരി ആക്റ്റീവ് ഇൻ ദ പനാമ കനാൽ. അത് മാത്രമല്ല, പനാമ കനാൽ നിയന്ത്രിക്കുന്ന പനാമ എന്ന രാജ്യം അമേരിക്കൻ കപ്പലുകളിൽ നിന്നും വലിയ തുകയാണ് ചുങ്കമായി ഈടാക്കുന്നത്. അതുപോലെ തന്നെ കാനഡയുടെ കാര്യത്തിൽ സമാനമായ നിലപാടുകൾ തന്നെയാണ്. യാതൊരു ദാക്ഷിണ്യവും കാനഡയിൽ നിന്നുള്ള ഇറക്കുമതി, മെക്സിക്കോയിൽ നിന്നുള്ള ഇറക്കുമതി, ഇതെല്ലാം തന്നെ യാതൊരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട 25% ടാക്സേഷൻ ഉണ്ടാകും. അപ്പോൾ അയൽ രാജ്യങ്ങളെ, അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ തന്നെ, വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ തന്നെ അയൽ രാജ്യങ്ങളെ വരുതിക്ക് നിർത്തുക, ഭീഷണിപ്പെടുത്തി നിർത്തുക. ലോക വ്യവസ്ഥിതി ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന രീതിയിൽ വെല്ലും ബ്രേക്കുമില്ലാതെ മുന്നോട്ട് പോകുക എന്നീ പ്രഖ്യാപനങ്ങളാണ്. അത് മാത്രമല്ല, ഒരുപിടി ആഭ്യന്തര പ്രഖ്യാപനങ്ങളും
ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിന്റെ മുൻഗാമിയായ ജോ ബൈഡൻ അവസാന നിമിഷം, അവസാന മണിൽ അദ്ദേഹം പടി ഒഴിയുന്നതിന് മുൻപുള്ള അവസാന മണിക്കൂറുകളിൽ നടത്തിയ ഹാർഡ് ആംനസ്റ്റി, അതിന്റെ ഇഫക്റ്റ് നള്ളിഫൈ ചെയ്യുന്ന രീതിയിൽ ട്രംപ് നടപടികൾ എടുക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും ശരി, പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ദ്രുതഗതിയിൽ പ്രവർത്തിച്ചു കാട്ടാനുള്ള വ്യഗ്രതയിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് എന്നാണ് തോന്നുന്നത്. അത് ഒരുപക്ഷെ അമേരിക്ക ഇതിനകത്തൊരു ട്വിൻ ട്രാക്ക് കാണാം. ഒരു വശത്ത് ഞാൻ യുദ്ധത്തോടൊപ്പമല്ല, ഞാൻ സമാധാനത്തോടൊപ്പമാണ്, ഞാൻ രാജ്യങ്ങളെ ഡിവൈഡ് ചെയ്യുന്നതിനല്ല, ഒരുമിപ്പിക്കുന്നതിലാണ്. ഐ ബൈൻഡ് ദ നേഷൻസ് ടുഗദർ, ഐ വിൽ ട്രൈ ടു എൻഡ് വാർ. മറ്റാരെങ്കിലും തുടങ്ങി വെച്ച യുദ്ധം ഞാൻ അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്ന് ഒരു വഴി പറയുകയും പുതിയ യുദ്ധങ്ങളും പുതിയ പോരാട്ടങ്ങളും തുടങ്ങുകയും ചെയ്യുന്ന, ഗ്രീൻലൻഡിന്റെ മേൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു, കാനഡ ഒരു പക്ഷേക്ക് ചേർന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഒന്നുകിൽ നയതന്ത്രപരമായ പുള്ളിയും, അല്ല എങ്കിൽ സാമ്പത്തികമായ ചില ബ്ലാക്ക് മെയിലിംഗ്, അല്ല എങ്കിൽ യഥാർത്ഥത്തിലുള്ള ബലപ്രയോഗം. ഈ 3 മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്നല്ലാതെ ഒരിക്കലും ഈ 3 ആഗ്രഹങ്ങൾ നടക്കില്ല. അങ്ങനെയെങ്കിൽ അമേരിക്ക പറയുന്നതിൽ, ട്രംപ് പറയുന്നതിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. അപ്പൊ സമാധാനം, ലോക സമാധാനം ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും ഒരു വശത്ത് പറയുകയും, അതേസമയം ലോക സമാധാനം തകർക്കുന്ന രീതിയിൽ പ്രഖ്യാപനങ്ങൾ വരികയും ചെയ്യുമ്പോൾ ഇതൊരു സാധാരണ ഒരു പൊളിറ്റീഷ്യൻ അല്ല. ട്രംപ് ഇസ് നോട്ട് എ നോർമൽ പൊളിറ്റീഷ്യൻ. അദ്ദേഹം ഒരു ബിസിനസ് ക്ലാസ്സിൽ നിന്നും വന്നവരാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ടീം നോക്കിയാൽ തന്നെ അറിയാം, ഒരു ഒളിഗാർക്കി, ഒരു ബിസിനസ് ഒളിഗാർക്കി അദ്ദേഹത്തിന്റെ ടീം ട്രംപിൽ കാണാം. ഇലോൺ മസ്ക് അതിന്റെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നു.